എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അനിക്ക് അടി കിട്ടിയ കാര്യം ജാനകിയും ജലജയും ഒക്കെ അറിഞ്ഞു. അവർ അനിയെ കാണുമ്പം ചോദിക്കുന്നുണ്ട്, നന്ദുവിന് ചേരുന്ന ഒരു ബന്ധം അവൾക്ക് കിട്ടി, ഇനി നീ എന്തിനാ അവളുടെ പുറകെ നടക്കുന്നത്, വെറുതെ ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ എന്ന് ജാനകി ചോദിക്കുമ്പം ജലജ പറയുന്നുണ്ട്, അവൻ അടി മേടിക്കാനല്ലേ പുറകെ നടക്കുന്നത് എന്ന്. അന്നേരം ദേഷ്യം വന്നിട്ട് അനി പറയുന്നുണ്ട്, അമ്മയെ ചൂട് പിടിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ് എന്ന്, അപ്പച്ചിയാണ് എന്ന് എനിക്കറിയാം, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും. അന്നേരം ജാനകി പറയുവാണ്, എന്നെ ആരും ചൂട് പിടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, നടക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഏതായാലും നന്ദുവിന് ചേരുന്ന, അവളെ തളച്ചിടാൻ പറ്റുന്ന ഒരുത്തനെ തന്നെ അവൾക്ക് കിട്ടി. അവളുടെ സീനിയർ ഓഫീസറാണല്ലോ. ഏതായാലും അവൾ നിന്നേക്കാൾ യോഗ്യനായ ഒരുത്തനെ കണ്ടപ്പോൾ നിന്നെ ഇട്ടിട്ട് പോയി. നിനക്ക് കാര്യം മനസ്സിലായല്ലോ. ഇനിയെങ്കിലും അവളുടെ പുറകെ നടന്ന് നീ നിൻ്റെ സമയം വെറുതെ കളയരുത് എന്നൊക്കെ പറയുവാണ്. അന്നേരം അനി പറയുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി എന്ന് എനിക്കറിയാം, ഇനിയിപ്പം നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ എൻ്റെ പുറകെ നടന്ന് എന്നെ ഇങ്ങനെ വിമർശിക്കാൻ നടക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം ജാനകി പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ ഫോൺ മേടിച്ചു വെച്ചു അവളുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, എന്നിട്ടും കാര്യമൊന്നുമില്ലല്ലോ, നേരെ നീ ആ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുമല്ലേ, എന്നിട്ട് നാണം കെട്ട് ഇതുപോലെ അടിയും മേടിച്ചു നടക്കും, ഇതിൻ്റെ ആവശ്യമില്ലല്ലോ, ഇനി മേലാൽ നീ അങ്ങനെ ചെയ്തേക്കരുത്, ഇനി ഇങ്ങനെ പോയാൽ നിന്നിവിടെ ഇട്ട് പൂട്ടേണ്ട വരും എന്നൊക്കെ പറയുമ്പം അനി പറയുന്നുണ്ട്, അമ്മ എല്ലാ മക്കൾക്കും അച്ഛനമ്മമാരോട് ബഹുമാനമുണ്ട് എന്ന് കരുതി അവരെ നിയന്ത്രിക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട്, അതിനപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറയും. അന്നേരം ജലജ പറയുന്നുണ്ട്, അതെ നീ ഇവൻ്റെ ഫോൺ മേടിച്ചു വെച്ചു എന്നല്ലേ പറഞ്ഞത്, ആ ഫോൺ മേടിച്ചു വെച്ചതിന് പകരമായിട്ട് അവൻ വേറെ ഫോൺ മേടിച്ചു കാണും, പിന്നെ എങ്ങനെ ഇവൻ നന്നാകുന്നത് എന്ന് ചോദിക്കും. അന്നേരം അനി പറയുന്നുണ്ട്, എന്നെ ഇനിയും പൂട്ടിയിടാനാണ് അമ്മയുടെ ഉദ്ദേശമെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ ജീവനോടെ കാണുകയില്ല എന്ന് പറയുമ്പം ജലജ പറയുക, ഇവനിങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തും കേട്ടോ, അത് കേട്ട് നീ ഇവനെ കയറൂരി വിട്ടിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ വലിയ പല സംഭവങ്ങളും നടക്കും, ഇതുപോലെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നന്ദുവിനെ വിളിച്ച് കയറ്റി അവൻ ഇങ്ങോട്ട് പോരും, അതുകൊണ്ട് നീ ഇതൊന്നും അനുവദിച്ചു കൊടുക്കരുത് എന്ന് പറയുവാണ്. അന്നേരം ജാനകി പറയുന്നുണ്ട്, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനായിരിക്കും ജീവനോടെ കാണില്ലാത്തത്, അത് ഞാൻ അവനോടും പറഞ്ഞിട്ടുണ്ടെന്ന്. അന്നേരം ദേഷ്യം വരുന്നുണ്ട് അനിക്ക്. അനി പറയുന്നുണ്ട്, നിങ്ങളുടെ ഇഷ്ടം പോലെ നന്ദുവിൻ്റെ വിവാഹം നടക്കും എന്നല്ലേ നിങ്ങൾ പറയുന്നത്, പിന്നെ എൻ്റെ പുറകെ നടന്ന് എന്നെ ശല്യം ചെയ്യില്ലേ, ഞാൻ മനസ്സമാധാനത്തോടെ നടന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുവാണ്. അന്നേരം ജലജ പറയുവാണ്, നിൻ്റെ മുഖത്തെ ആ പാടൊന്ന് മാഞ്ഞിട്ട് നീ പുറത്തേക്ക് പോടാ, അല്ലെങ്കിൽ ആൾക്കാർ ചോദിക്കുമ്പോൾ എന്ത് പറയുമെന്ന്. അന്നേരം അനി പറയുന്നുണ്ട്, അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റേഷനിലെ CI അടിച്ചതാണ് എന്ന് ഞാൻ പറഞ്ഞോളാം, എനിക്കതിന് നാണക്കേടൊന്നും ഇല്ല എന്ന് പറയുമ്പം ജലജ പറയും, നിനക്ക് നാണമില്ല എന്ന് കരുതി ആരെങ്കിലും ഇതിനെപ്പറ്റി ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് നാണമുണ്ട് എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട്, അയ്യോ ആ കാര്യം ഓർത്ത് അപ്പച്ചി വിഷമിക്കണ്ട, അപ്പച്ചിയുടെ മകൻ ഉണ്ടാക്കി വെച്ച നാണക്കേടൊന്നും ഞാൻ ഇതുവരെ ഈ കുടുംബത്തിന് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ജലജ ചോദിക്കും, എന്ത് നാണക്കേടാണ് അവൻ ഉണ്ടാക്കി വെച്ചത്, നിൻ്റെ ചേട്ടൻ ഉണ്ടാക്കി അത്രയൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുമ്പം അതിനെപ്പറ്റി എന്നെക്കൊണ്ട് പറയിപ്പിക്കാതിരിക്കുന്നതാണ് അപ്പച്ചിക്ക് നല്ലത്, അവൻ നല്ലവനായിരുന്നുവെങ്കിൽ എന്നെപ്പോലെ 3 ബ്രാഞ്ച് അവനും കിട്ടിയേനെ, അത് കിട്ടാത്തപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, അതുകൊണ്ട് കൂടുതൽ എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അന്നേരം ജലജയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അനി അത്രയും പറഞ്ഞിട്ട് പോയത്, അതുകൊണ്ട് തന്നെ ജാനകിയോട് പറയുന്നുണ്ട്, നീ സൂക്ഷിച്ചോ, ഇവൻ്റെ ഈ പോക്ക് ശരിയാകിയല്ല, അതുകൊണ്ട് നീ നന്നായിട്ട് പിടിച്ചോണം, അവനെ നിയന്ത്രിച്ചോണം എന്നൊക്കെ പറയുന്നുണ്ട്. ജാനകിയും ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുന്നു. പിന്നെ നന്ദുവിനെ കാണിക്കുന്നുണ്ട്, നന്ദുവിന് ആകെ വിഷമമാണ് അനിക്ക് തല്ല് കിട്ടിയതുകൊണ്ട്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അനിയെ വിളിക്കുന്നുണ്ട്, അനി ഫോൺ എടുക്കുന്നില്ല. വീട്ടിൽ നിന്ന് അനി ഇറങ്ങി പോരുമ്പോഴും നന്ദു വിളിക്കുന്നുണ്ട്, അന്നേരം എടുക്കുന്നില്ല. 2-3 പ്രാവശ്യം വിളിച്ച് നോക്കും, അനി എടുക്കാതെ ആകുമ്പോൾ ആകെ വിഷമമാണ് നന്ദുവിന്. അന്നേരം നന്ദു തീരുമാനിക്കുവാണ്, അവന് നല്ല ദേഷ്യമായി സങ്കടമായി എന്ന് എനിക്കറിയാം, ഏതായാലും അവൻ്റെ ആ സങ്കടവും ദേഷ്യമൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ, എന്നിട്ട് ഇനി അവനെ ഞാൻ വിളിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അവനെ ഇങ്ങോട്ട് വിളിക്കട്ടെ എന്ന് നന്ദു തീരുമാനിക്കുവാണ്. പിന്നീട് അഭിയും ജലജയാണ് കാണിക്കുന്നത്. അഭിയോട് ജലജ വന്ന് പറയുവാണ്, നന്ദു കല്യാണം കഴിക്കാൻ പോകുന്നത് ഈ സ്റ്റേഷനിലെ തന്നെ CI ആണ്, അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ നീ പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതാണ്, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്ന സമയത്ത് നീ അയാളോട് പോയി കൂട്ടുകൂടിയിട്ടുണ്ടെങ്കിൽ, ഒന്ന് അടുത്ത് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അയാളെ നിൻ്റെ ഒപ്പം നിർത്താൻ സാധിക്കും, നിൻ്റെ പേരിൽ ഏത് സമയത്താണ് കേസ് വരുന്നത് എന്ന് അറിയത്തില്ലല്ലോ, അപ്പോൾ അങ്ങനെ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്. നന്ദു SI ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അവൾക്ക് ബന്ധവും സ്വന്തവും ഒന്നും നോക്കത്തൊന്നുമില്ല, നിയമം നോക്കി അവൾ കാര്യങ്ങൾ ചെയ്യും, അതുകൊണ്ട് ഇങ്ങനെ ഒരാളെ കുപ്പിയിലാക്കി വെക്കുന്നത് നല്ലതാണ് എന്ന് ജലജ പറയുന്നു. അന്നേരം അഭി പറയുന്നുണ്ട്, ഞാൻ ഇതേ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, ഏതായാലും ഈ വിവാഹം നടക്കുവാണെങ്കിൽ അത് നമുക്കൂടെ പ്രയോജനമുണ്ട് എന്നിങ്ങനെ പറയുന്നു. എന്നിട്ട് അഭി പറയുന്നുണ്ട്, നവ്യയ്ക്ക് വലിയ താല്പര്യമില്ല അനിയുമായിട്ടുള്ള വിവാഹത്തിന്, സ്വന്തം അനിയത്തിയാണെങ്കിലും അവൾ ഇങ്ങോട്ട് വരുന്നതിൽ നവ്യയ്ക്ക് താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഈ വിവാഹം എടുക്കണം
എന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട്, നീ അയാളെ പോയി ഒന്ന് കാണ്. എന്നിട്ട് നിൻ്റെ അനിയൻ്റെ സ്വഭാവം നിനക്കറിയാലോ. അനിയും നന്ദുവും തമ്മിലുള്ള കാര്യങ്ങളൊക്കെ ഇച്ചിരി പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് പറഞ്ഞു കൊടുക്ക്. അത് അയാളുടെ മനസ്സിലങ്ങ് കിടക്കട്ടെ. അങ്ങനെ അവർ സുഖിക്കേണ്ട. ഇത്തിരി വിഷമത്തോടെ തന്നെ ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ് എന്ന രീതിയിലാണ് ജലജ സംസാരിക്കുന്നത്. അങ്ങനെ അഭിയെ എരിവേറ്റി വിടുവാണ്. ഇനി എങ്ങനെയെങ്കിലുമൊക്കെ കല്യാണം നടത്തി കൊടുക്കാം എന്ന് പറഞ്ഞ് സിയെ കൂടെ നിർത്തണം. അതാണ് ജലജ പറഞ്ഞു കൊടുത്തു വിടുന്നത്. ഏതായാലും ഇത് കേൾക്കേണ്ട താമസം അഭി റെഡി ആകാനായിട്ട് പോവുകയാണ് സച്ചിനെ കാണാനായിട്ട്. ഏതായാലും റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നവ്യ അങ്ങോട്ട് വരും. എന്നിട്ട് പറയുന്നുണ്ട്, ഏതായാലും നിനക്ക് ആ സിയെ പോയി കാണാൻ തോന്നിയല്ലോ, അതേതായാലും നന്നായി. നീ പോയി നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ സംസാരിക്കണം. ഈ വിവാഹം എങ്ങനെയെങ്കിലും നടത്തണം എന്നാണ് അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം. അതുപോലെ തന്നെയാണ് എനിക്കും ഒക്കെ. ഈ വിവാഹം അങ്ങ് നടന്നു കഴിഞ്ഞാൽ പിന്നെ അനി പുറകെ നടക്കുന്നു എന്ന് പറഞ്ഞ് ആരും പ്രശ്നം ഉണ്ടാക്കിയല്ലോ, ആ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ ആകും. അതുകൊണ്ട് നീ നല്ല രീതിയിൽ പോയി സംസാരിക്കണം എന്നൊക്കെ പറയുവാണ്. അന്നേരം അഭി പറയും, ഞാൻ ചെയ്യാമെന്ന്. എന്നിട്ട് അവൻ ചോദിക്കുവാണ്, ഞാൻ അവിടെ പോയി എന്താ നവ്യ സംസാരിക്കേണ്ടതെന്ന്. അന്നേരം നവ്യ ചോദിക്കും, ഇനിയിപ്പോൾ ഞാനത് പറഞ്ഞു തന്നോ? ആൾക്കാരെ പറഞ്ഞ് മയക്കി കുപ്പിയിലാക്കാൻ അറിയാവുന്ന നിന്നോട് ഞാനതൊക്കെ പറഞ്ഞു തന്നോ? നീ അവിടെ പോയി അയാളോട് നല്ല രീതിയിൽ സംസാരിക്കണം. ഇനിയിപ്പം നന്ദുവിനെക്കുറിച്ച് എന്തെങ്കിലും അയാളുടെ മനസ്സിൽ കരടായിട്ട് കിടപ്പുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി ഈ വിവാഹത്തിലേക്ക് എത്തിക്കണം. ഇനിയിപ്പം നമുക്ക് ഇതുപോലെ ഒരാൾ കൂടെ നിൽക്കുന്നത് ഒരുപാട് ഉപകാരപ്പെടും. അനിയുടെയും നന്ദുവിൻ്റെയും കാര്യമൊക്കെ അയാൾക്ക് അറിയാമായിരിക്കും. ആണല്ലോ അനിയനെ തല്ലിയത്. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നീ വരാവുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ, ഞാൻ അങ്ങനെയൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടാണ് അഭി അവിടുന്ന് പോരുന്നത്. ഏതായാലും അഭി നേരെ സച്ചിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നു. വാതിൽ തുറന്നു കഴിയുമ്പോഴത്തേക്ക് ആരാ എന്ന് ചോദിക്കുന്നത് അഭി പറയുന്നത്, നന്ദുവിനെ പെണ്ണാലോചിച്ച് ചെന്നു എന്നറിഞ്ഞപ്പോൾ തൊട്ടൊന്ന് പരിചയപ്പെടണം എന്ന് കരുതിയിരിക്കുമായിരുന്നു ഞാൻ നന്ദുവിൻ്റെ ചേച്ചിയുടെ ഭർത്താവാണ്. അഭിനന്ദ് പേര് അഭിനന്ദൻ എന്നാണ്. അഭി എന്ന് വിളിക്കുമെന്ന് പറയുമ്പോഴേക്കും, അയ്യോ ചേട്ടനായിരുന്നു, ചേട്ടനകത്തേക്ക് വാ എന്ന് പറയും. അതിനകത്തേക്ക് കയറി ചെല്ലുന്ന അഭി പറയുന്നുണ്ട്, എന്നെ ചേട്ടാന്നൊന്നും വിളിക്കണ്ട കേട്ടോ സാറ് എന്ന് പറയുമ്പം, അയ്യോ നന്ദുവിൻ്റെ ചേച്ചിയുടെ ഭർത്താവ് എന്ന് പറയുമ്പോൾ എനിക്ക് ചേട്ടനല്ലേ, അതുകൊണ്ട് ഞാൻ ചേട്ടാന്നേ വിളിക്കുള്ളൂ എന്ന് പറയുമ്പോൾ അഭി പറയുന്നുണ്ട്, നമ്മൾ സമപ്രായക്കാരല്ലേ, അതുകൊണ്ട് അതൊന്നും പ്രശ്നമില്ലായിരിക്കും അല്ലേ സാർ എന്ന് പറയുമ്പം, എങ്കിൽ ആ സാർ എന്നുള്ള വിളിയുടെ അങ്ങ് മാറ്റിയേരെ എന്ന് പറയുമ്പം, എനിക്കറിയാം പേര് സച്ചിദാനന്ദൻ എന്നല്ലേ എന്ന് ചോദിക്കും. എന്നിട്ട് ഇത്രയും നീളമുള്ള പേര് ആരാ പറഞ്ഞു തന്നത് എന്ന് ചോദിക്കുമ്പം, സച്ചിദാനന്ദൻ എന്നാണ് പേര് എന്നും സച്ചി എന്നാണ് വിളിക്കുന്നതെന്നും എനിക്കറിയാമെന്ന് പറയുമ്പം ഭയങ്കര സന്തോഷത്തോടെ പറയുന്നുണ്ട്, സച്ചിൻ എന്നെ വിളിച്ചാൽ മതി, അതാണ് കേൾക്കുമ്പോൾ ഒരു സുഖം, അതാണ് എനിക്കിഷ്ടം എന്ന് പറയും. പിന്നെ നന്ദുവിൻ്റെ വിവാഹം കഴിക്കുന്നതിനൊക്കെ പറ്റി സംസാരിക്കുന്നു. കുടുംബക്കാർക്ക് എല്ലാവർക്കും, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. എൻ്റെ ഭാര്യയും അതുപോലെ അമ്മയൊക്കെ ഒരുപാട് സന്തോഷത്തിലാണ് ഈ വിവാഹം നടക്കുന്ന കാര്യം ഓർത്ത്. അതുകൊണ്ട് ഞങ്ങൾ കുടുംബക്കാർ മുന്നിൽ നിന്ന് ഈ വിവാഹം നടത്തും എന്നൊക്കെ പറയുന്നു. എന്നിട്ട് പറയുന്നുണ്ട് അനിയുടെ കാര്യം. അവൻ ഒരു പൊട്ടനാണ്, അവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഞങ്ങൾ ബന്ധുക്കളായതുകൊണ്ട് തന്നെ അവൻ നന്ദുവിനോട് സംസാരിക്കാൻ ചെല്ലുമ്പം വെറുപ്പിക്കണ്ടല്ലോ എന്ന് കരുതി നന്ദു ഒന്ന് ചിരിച്ച് സംസാരിക്കും. അത് ആ പൊട്ടൻ പ്രേമമായിട്ടങ്ങ് കരുതിയേക്കുന്നതാണ്. അല്ലാതെ അവർ തമ്മിൽ വേറെ ബന്ധമൊന്നുമില്ല. ഇതൊരു വൺ വേ ട്രാഫിക് പോലെ ഉള്ള പ്രേമമാണ്. നന്ദുവിന് തിരിച്ചിങ്ങോട്ടൊന്നുമില്ല, അവൻ പുറകെ നടക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പം, അതൊക്കെ എനിക്ക് തോന്നിയായിരുന്നു എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്തിൻ്റെയെങ്കിലും പേരിൽ നന്ദുവിന് ഇഷ്ടക്കേടുണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങൾ മാറ്റിയെടുക്കും. ഈ വിവാഹം നടക്കണമെന്നത് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ പതിപ്പിക്കും. എന്നിട്ട് അന്നേരം അങ്ങനെ ചോദിക്കുന്നുണ്ട്, ആദ്യമായിട്ട് വന്നതല്ലേ, എന്തെങ്കിലും കുടിക്കാൻ എടുക്കട്ടെ എന്ന്. അന്നേരം ഇപ്പോൾ ഒന്നും വേണ്ട, പുറത്ത് വെച്ച് നമുക്ക് എപ്പോഴെങ്കിലും കാണാം, അങ്ങനെ സൗകര്യം കിട്ടുമ്പോൾ എന്നെ വിളിച്ചാൽ മതി, തിരക്കാണെങ്കിലും ഞാൻ വരാം. എന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയിരുന്ന അത്യാവശ്യം കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഡ്രിങ്ക്സൊക്കെ കഴിക്കുമെന്ന് ചോദിക്കുമ്പോൾ, ശകലം എന്ന് പറയും. അന്നേരം അഭി പറയുവാണ്, അനിയത്തെ കെട്ടുന്നു എന്ന് കരുതി വെജിറ്റേറിയൻ ആണ് എന്നൊന്നും പറയണ്ട കേട്ടോ, എനിക്കതൊന്നും പ്രശ്നമില്ല എന്ന് പറയും. അങ്ങനെ പുറത്ത് വെച്ച് കാണണം, ഇടയ്ക്കൊക്കെ നമ്മൾ തമ്മിലുള്ള ബന്ധം വളർത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് അഭി അങ്ങ് പോകുന്നു. ഏതായാലും സച്ചിനും ഭയങ്കര സന്തോഷത്തിലിരിക്കുക. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയാണ് സഹിയിട്ട് നേരെ കനകയുടെയും ഗോവിന്ദൻ്റെ അടുത്തോട്ട് കയറി ചെല്ലുവാണ്. അനി കയറി ചെല്ലുന്നത് അന്തം വിട്ട് നിൽക്കുക രണ്ടുപേരും. അന്നേരം അനിയെ കാണുന്നതേ കനക പറയുന്നുണ്ട്, മോനെ നടന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞായിരുന്നു, ഞങ്ങൾക്കും വിഷമം തോന്നിയെന്ന് പറയുമ്പോൾ, ഏതായാലും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത് ആ സിയെ പോലെ തന്നെ എനിക്ക് പറ്റുന്ന കാര്യം ചെയ്യാനാണ്. എനിക്ക് വേണ്ടി ഇവിടെ പെണ്ണാലോചിച്ച് വരാൻ ആരുമില്ല, അതുകൊണ്ട് ഞാൻ ആ കാര്യം നിങ്ങളോട് തുറന്ന് പറയുവാണ്. ഇനിയിപ്പം അനാമിക ഒരുപാട് കാലമൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല.
ഡിവോഴ്സ് പെട്ടെന്ന് തന്നെ നടക്കും, ഇനി ആ ബന്ധം വേണ്ട എന്ന് മുത്തശ്ശനാണ് തീരുമാനിച്ചത്. അതുകൊണ്ട് ഡിവോഴ്സ് ആയിക്കഴിഞ്ഞാൽ ഇനി ഒരു പരീക്ഷണത്തിന് നിൽക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല, അതുകൊണ്ട് നന്ദുവിനെ എനിക്ക് തരണം എന്ന് പറയാനാണ് ഞാൻ വന്നത് എന്ന് പറയുമ്പോഴത്തേക്കും അന്തം വിട്ട് എഴുന്നേൽക്കുവാണ് ഗോവിന്ദൻ. എന്നിട്ട് ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, ഇതുവരെ മോന് ഇതുപോലൊരു ധൈര്യം ഞങ്ങൾ കണ്ടിട്ടില്ല മോനിൽ, മോൻ എന്തിനാ ഇപ്പോൾ ഇത് ഇങ്ങോട്ട് വന്ന് പറയാൻ പോയത്, ഇങ്ങനൊരു സംഭവം നടക്കില്ല എന്ന് മോൻ അറിയത്തില്ലേ, മോൻ്റെ അമ്മ സമ്മതിക്കോ എന്നൊക്കെ ചോദിക്കുവാണ്. അന്നേരം അനി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മനസ്സിലുള്ളത് നിങ്ങളോട് തുറന്നു പറയാനാണ് വന്നത്, പിന്നെ എനിക്ക് തല്ല് കിട്ടിയപ്പം എനിക്ക് വാശി കൂടുവാണ് ചെയ്തത്, എങ്ങനെയെങ്കിലും ഈ വിവാഹം നടക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയും. അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട്, മോൻ്റെ അമ്മ സമ്മതിക്കത്തില്ല, അമ്മയെ ധിക്കരിച്ചുകൊണ്ട് അങ്ങനെ വിവാഹം നടക്കാൻ പറ്റില്ല, ഇതൊരു മത്സരമൊന്നും അല്ലല്ലോ, ഒരു വിവാഹം എന്ന് പറയുമ്പോൾ വീട്ടിലുള്ള എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടിയാണ് നടത്തേണ്ടത്. 2 പെൺകുട്ടികളെ അങ്ങോട്ട് വിവാഹം കഴിപ്പിച്ച് വിട്ടപ്പോൾ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടായി, അന്ന് എൻ്റെ ഹൃദയം നിന്നു പോകുന്ന അവസ്ഥ വരെ ഉണ്ടായി പലപ്പോഴും, അതുപോലൊരവസ്ഥ ഇനി ഉണ്ടാകാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല, അതുകൊണ്ട് മൂന്നാമതൊരാളെ ആ വീട്ടിലോട്ട് വിടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ കനക പറയുന്നുണ്ട്, നന്ദുവിന് ഇഷ്ടപ്പെട്ട നല്ലൊരു ബന്ധമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, ഞങ്ങൾ ആ ബന്ധം ആ ഒരു വിവാഹം നടക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നൊക്കെ പറയുമ്പം അനി ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെയൊക്കെ ആഗ്രഹം അതാണ്, പക്ഷേ നന്ദു അത് അംഗീകരിച്ചോ എന്ന് ചോദിക്കുമ്പം ഗോവിന്ദൻ പറയുന്നുണ്ട്, അവൾക്കും വലിയ കുഴപ്പമൊന്നുമില്ല, മോനോട് അത് തുറന്നു പറഞ്ഞിട്ടുണ്ടാവില്ല, കാരണം മോൻ അത് കേൾക്കുമ്പോൾ വിഷമമാവുമല്ലോ, അതുകൊണ്ട്, അല്ലാതെ അവൾക്ക് എതിർപ്പൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല, ഞങ്ങൾ ഈ വിവാഹം എങ്ങനെയെങ്കിലുമൊക്കെ നടത്തി വിട്ടോട്ടെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആകെ വിഷമാണ് അനിക്ക്. നേരം അനി ഇങ്ങനെ സങ്കടത്തോടെ പറയുവാണ്, എനിക്കിപ്പം കാര്യങ്ങളൊക്കെ മനസ്സിലായി, എനിക്ക് പറയാനുള്ളത് ഞാൻ നിങ്ങളോട് തുറന്നു പറഞ്ഞു, നിങ്ങൾക്ക് പറയാനുള്ളത് എന്നോടും തുറന്നു പറഞ്ഞു, ഇനി ഒരിക്കലും ഞാൻ നന്ദുവിൻ്റെ പുറകെ നടക്കുകയില്ല, അവളെ ശല്യം ചെയ്യാനും ഞാനില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമത്തോടെ ഇറങ്ങിപ്പോവാണ്. ഇറങ്ങിപ്പോകുമ്പം കണ്ണ് നിറയുന്നുണ്ട്, കണ്ണ് തുടയ്ക്കുന്നൊക്കെ ഉണ്ട്. അന്നേരം ഇത് കണ്ടുകൊണ്ട് കനക പറയുവാണ്, ആകെ വിഷമിച്ചാണ് അനി ഇവിടുന്ന് ഇറങ്ങിപ്പോയത്, എനിക്ക് ആകെ ടെൻഷൻ ആകുന്നുണ്ട് എന്ന് പറയുമ്പം ഗോവിന്ദൻ പറയുവാണ്, എന്ന് കരുതി നമുക്ക് പറയാനുള്ളത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, ഇത്രയെങ്കിലും പറയണ്ടേ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ആകെ വിഷമത്തോടെ നിൽക്കുന്ന അവരെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.